الحمد لله رب العالمين الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും സമാധാനത്തോടെ ശാന്തിയോടെ മരണത്തെ സ്വാഗതം ചെയ്യുവാനും അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനും സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമനുസരിച്ച്
ജീവിതം ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ ഭക്തന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ ഏതാനും വചനങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങളെയും ചില ദിവസങ്ങളെയും ചില സ്ഥലങ്ങളെയും ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അവയെ ആദരിക്കൽ ഹൃദയത്തിൻ്റെ ഭക്തിയിൽപ്പെട്ടതാണ്. ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിച്ചാൽ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ, നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽപ്പെട്ടതാണ്. അള്ളാഹു ബഹുമാനം നൽകിയ, ആദരവ് നൽകിയ മാസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആദരവ് നൽകിയ മാസങ്ങളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ദുൽഖഅദ കഴിഞ്ഞ് ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രണ്ട് പ്രവാചകന്മാരുടെ സംഭവബഹുലമായ ചരിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ത്യാഗോജ്ജലമായ ജീവിതമാണ് ഈ മാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ത്യാഗോജ്ജലമായ ജീവിതം എന്ന പദപ്രയോഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ജീവിതം ഉജ്ജ്വലവും തിളക്കമാർന്നതുമാവണമെങ്കിൽ ത്യാഗം അനിവാര്യമാണ് എന്നതാണ് ആ പദത്തിൻ്റെ താല്പര്യം. ത്യാഗികളുടെ നാമങ്ങൾ ഉറക്കെ നമ്മൾ പറയുന്നു. ത്യാഗത്തിൻ്റെ മഹനീയത ആവേശപൂർവം ഉദ്ഘോഷിക്കുന്നു. എന്നാൽ പ്രായോഗിക ജീവിതത്തിലാകട്ടെ തനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത്, തനിക്കേറ്റവും പ്രിയപ്പെട്ടത് ത്യജിക്കുവാൻ പലരും മടി കാണിക്കുന്നു. ഇവിടെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വേറിട്ട് നിൽക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കുവാൻ, നൽകുവാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധമായി. അതിനേക്കാൾ വലിയ ത്യാഗമില്ല. തൻ്റെ അരുമ സന്താനത്തെ, തൻ്റെ എല്ലാമായ മകനെ ദൈവമാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി അർപ്പിക്കുവാൻ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം സന്നദ്ധമാവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിലുടനീളം അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങളെ, വരിഞ്ഞു മുറുക്കിയ പരീക്ഷണങ്ങളെ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട്, ഈമാനിൻ്റെ കരുത്തുകൊണ്ട് അതിജീവിക്കുകയും അള്ളാഹുവിൻ്റെ ആത്മമിത്രം ഖലീലുള്ള എന്ന സ്ഥാനപ്പേരിന് അർഹനാവുകയും ചെയ്ത മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടുത്തെ ഓർമ്മകൾ, സ്മരണകൾ പറയാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ, ജീവിതം അസ്തമിക്കാറായ സമയത്ത്
സന്താന സൗഭാഗ്യമുണ്ടാവുകയാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മനംനൊന്ത് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നാഥാ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ ഒറ്റ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായ മനം നിറഞ്ഞുള്ള ആ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം, നാം അദ്ദേഹത്തിന് വിവേകശാലിയായ തന്റേടിയായ ഒരു ബാലനെ സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും കുളിർമയേകുന്ന സന്തോഷം നൽകുന്ന നിമിഷമാണ് ഒരു സന്താനമുണ്ടാവുക. വിവാഹം കഴിഞ്ഞ് 15-20 വർഷമായിട്ട് സന്താന സാഫല്യമുണ്ടാവാത്ത, സന്താന സൗഭാഗ്യമുണ്ടാവാത്ത എത്രയോ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യത്തെ പരീക്ഷണം തൻ്റെ അരുമ സന്താനത്തെ, തൻ്റെ പൊന്നോമന മകനെ ആൾപ്പാർപ്പില്ലാത്ത, ജനവാസയോഗ്യമല്ലാത്ത മക്ക മരുഭൂമിയിൽ താമസിപ്പിക്കണമെന്ന് പറയുക. ആ ഒന്നാമത്തെ കൽപ്പന ശിരസാവഹിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധമാവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മക്കളെ ഒരു ഹോസ്റ്റലിൽ നമ്മുടെ മകനെയോ മകളെയോ എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്റ്റലിൽ താമസിപ്പിച്ച് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ബേജാറ്, എന്തൊരു പ്രയാസമായിരിക്കും. അവിടെ കെട്ടിടമുണ്ട്, ഭക്ഷണമുണ്ട്, വാർഡനുണ്ട്, എല്ലാം ഉണ്ടായിട്ടും അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റലാണ്. എന്നാൽ ആരാരുമില്ലാത്ത മക്ക മരുഭൂമിയിൽ സ്വന്തം പ്രിയതമയെയും മകനെയും താമസശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ്. അവിടെ വെച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا ഞങ്ങളുടെ നാഥാ ഇന്നി അസ്കൻതു, ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, മിൻ ദുരിയത്തി, എന്റെ സന്തതികളിൽ ചിലരെ, ബിവാദിൻ ഗൈറി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, കൃഷിയില്ലാത്ത നിന്റെ പവിത്രമായ വീടിന്റെ ചാരത്ത്. റബ്ബന, ഞങ്ങളുടെ നാഥാ, ലിയുഖീമുസ് സ്വലാത്ത, അവർ നമസ്കാരം നിലർത്തുവാനും, ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, അതിനാൽ മനുഷ്യരിൽ നിന്നുള്ള ചില ഹൃദയങ്ങളെ അവരുടെ നേരെ ചായുന്നതാക്കണമേ. ആൾപ്പാർപ്പില്ലാത്ത, ജനവാസയോഗ്യമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ഒന്നുമില്ലാത്ത ആ സ്ഥലത്ത് ജനങ്ങളുടെ മനസ്സ് അങ്ങോട്ട് തിരിക്കണമേ. മാത്രവുമല്ല, വർസുഖും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ, ഫലവർഗങ്ങളിൽ നിന്ന് അവർക്ക് നീ നൽകുകയും ചെയ്യണമേ. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം. നോക്കൂ, ഈ കൽപ്പന വന്നപ്പോൾ അനുസരണശീലമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പത്നി ഹാജറ സമ്മതിക്കുകയാണ്. നോക്കൂ, ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് താമസിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയല്ല: ആരാരുമില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ഒരു സൗകര്യമില്ലാത്ത ഈ സ്ഥലത്ത് എന്നെയും എൻ്റെ മകനെയും താമസിപ്പിച്ച് നിങ്ങൾ മടങ്ങുകയാണോ എന്നല്ല ചോദിച്ചത്. അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഇത്? ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ ഒരു എതിര് പോലും പറയാതെ അതനുസരിക്കുകയാണ്. ആ സംഭവം നമ്മൾ ഓർക്കുക. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഈ ചരിത്രത്തിൽ നിന്ന് അതിലെ ഓരോ വശങ്ങളും ഒപ്പിയെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവരുവാനാണ് ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. അവിടെ നടന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും തീർന്നു. ഹാജറ എന്ന മാതാവിന്റെ നൊമ്പരങ്ങൾ സഫാ മറവക്കടയിൽ അലയടിച്ചു. അവർ സഫാ മറവക്കടയിലൂടെ ഓടി കുട്ടി കാലടിച്ച സ്ഥലത്തുനിന്ന് സംസം എന്ന അത്ഭുത നീരുറവ പൊട്ടിയൊലിക്കുകയാണ്. ഇവിടെ ഹാജറ എന്ന മഹദിയിൽ നിന്ന് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്?
പരിശ്രമമുണ്ടാവണം, ക്ഷമയുണ്ടാവണം. അതാണ് സന്ദേശം. അതുപോലെ അചഞ്ചലമായ വിശ്വാസമാണ്, അചഞ്ചലമായ തവക്കുലാണ്, ബലമേൽപ്പിക്കലാണ്. ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന രണ്ട് ക്വാളിറ്റിയാണ് പരിശ്രമം, ക്ഷമയും. ഇഹലോകത്തും പരലോകത്തും വിജയമുണ്ടാവണമെങ്കിൽ പരിശ്രമം ഉണ്ടാവണം. സ്വർഗം ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുള്ളത്? ശരിയായ വിശ്വാസമനുസരിച്ച് സൽക്രമങ്ങൾ, പുണ്യങ്ങൾ ചെയ്തവർക്കാണ് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കൊച്ചു സൂറത്തിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത, അറ്റുപോകാത്ത പ്രതിഫലമുണ്ട്. നന്മ ചെയ്തവർക്കാണ്, പ്രവർത്തിച്ചവർക്കാണ്, പരിശ്രമിച്ചവർക്കാണ് സ്വർഗമുള്ളത്. ഇനി ഈ ദുനിയാവിൻ്റെ കാര്യമെടുത്ത് പഠിച്ചു നോക്കൂ. ഇഹലോകത്ത് വിജയം നേടിയ പ്രതിഭാശാലികളുടെ ജീവചരിത്രം ഓരോന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം കടുത്ത ദാരിദ്ര്യത്തിലൂടെ ജീവിച്ച വ്യക്തിയാണ്. പരിശ്രമത്തിലൂടെ ജീവിതത്തിൻ്റെ ഉന്നത തലയത്തിലെത്തി. ഇഹലോകത്തും പരലോകത്തും വിജയിക്കണമെങ്കിൽ പരിശ്രമം, അധ്വാനം വേണമെന്ന് ഹജ്റ ബീവി എന്ന മഹദിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ കാലക്രമേണ കാലം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം തൻ്റെ മകനോട് പങ്കുവെക്കുകയാണ്. പ്രവാചകന്റെ സ്വപ്നം വഹ്യാണ്. അനുസരണശീലമുള്ള തൻ്റെടിയായ വിവേകിയായ മകനോട് തൻ്റെ സ്വപ്നം പങ്കുവെക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പരിശ്രമിക്കാനുള്ള, ആ കുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ പരിശ്രമിക്കാനുള്ള സമയമായപ്പോൾ, ഓടിച്ചാടാനുള്ള സമയമായപ്പോൾ, കാലയാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നോമന മകനോട് പറയുകയാണ്, യാ ബുനയ്യ, പൊന്നുമകനെ. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് യാ ബുനയ്യ. ഇന്നി അറാഫിൽ മനാമി, ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുന്നു, അന്നി അദ്ബഹുക, നിന്നെ ബലി അറുക്കുവാൻ വേണ്ടി, ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം? അനുസരണശീലമുള്ള, അർപ്പണബോധമുള്ള, സമർപ്പണബോധമുള്ള മകന്റെ മറുപടി, കാലയാ അബതി ഇഫ്അൽ മാ തുമർ, ഉപ്പ, പിതാവേ, അങ്ങയോട് എന്താണ് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തുകൊള്ളുക. അവിടെ നിർത്തിയില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാലുക്കളിൽ എന്നെ നിങ്ങൾക്ക് കണ്ടെത്താം. ഒരു പിതാവും മകനും തമ്മിലുള്ള അഭേദ്യമായ കെട്ടുറപ്പുള്ള ബന്ധമാണ്. ത്യാഗചിന്തയുടെ അതുല്യമായ മാതൃകയാണ് പിതാവും പുത്രനും കാഴ്ചവെച്ചത്. ബന്ധത്തിൻ്റെ കെട്ടുറപ്പും ആഴവുമാണ് ഈ സംഭവത്തിലൂടെ തെളിയിക്കുന്നത്. ത്യാഗം, ജീവിതത്തിൽ ത്യാഗം എന്താണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഈ സംഭവത്തിലൂടെ തെളിയിക്കുകയാണ്. നോക്കൂ, അനുസരണശീലമുള്ള ഒരു മകനെ ലഭിക്കുക എന്നുള്ളത്, പിതാവിനൊത്ത സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, പുണ്യങ്ങൾ ചെയ്യുന്ന, ജീവിതത്തിൽ ചിട്ടയുള്ള ഒരു മകനെയും മകളെയും ലഭിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ബലികർമ്മത്തിന് തയ്യാറാവുകയാണ്. ആ ബലികർമ്മത്തിന് ആ സംഭവങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അറക്കുവാൻ വേണ്ടിയിട്ട് അവര് സന്നദ്ധമായ ഫലമ്മ അസ്ലമ വതല്ലഹുൽ ജമീൻ, അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അവൻ്റെ നെറ്റി ചരിച്ചു കിടത്തിയ സമയത്ത് അള്ളാഹുവിൻ്റെ വിളിയാളം. നോക്കൂ, ഏതൊരു പിതാവും പതറിപ്പോകുന്ന, ഏതൊരു പിതാവിനെ മനസ്സ് പിടഞ്ഞു പോകുന്ന നിമിഷം, ആറ്റുനോറ്റുണ്ടായ മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ത്യാഗമില്ലല്ലോ. ഇത് വെറും തമാശയാക്കുകയല്ല,
ശരിക്കുമുണ്ടായ സംഭവമാണ്. അള്ളാഹുവിന്റെ വിളി, വനാദൈനഹു യാ ഇബ്രാഹിം, നാം ഇബ്രാഹിം എന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഖദ് സ്വദ്ദഖ്ത റുഅ്യ, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, സഫലീകരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നിശ്ചയമായും സുകൃതം ചെയ്യുന്നവർക്ക്, പുണ്യം ചെയ്യുന്നവർക്ക് നാം അപ്രകാരമാണ് പ്രതിഫലം നൽകപ്പെടുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയമായും ഇതൊരു വലിയ പരീക്ഷണം തന്നെയാണ്, ഇതിനേക്കാൾ വലിയ പരീക്ഷണമില്ല. വഫദൈനാഹു ബിദബ്ഹിൻ അദീം, അവന് പകരം ബലി അർപ്പിക്കുവാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കേൾക്കുക എന്ന് മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിലെ ഓരോ വശങ്ങളും ഒപ്പിയെടുത്ത് സസൂക്ഷ്മം നിരീക്ഷിച്ച് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ത്യാഗത്തിന്റെ പേരാണ് ഇബ്രാഹിം, സമർപ്പണത്തിന്റെ പേരാണ് ഇബ്രാഹിം, അനുസരണ പേരാണ് ഇബ്രാഹിം. അങ്ങനെ ഒരുപാട് നാമങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജറ ബീവിയിലേക്കും ചേർത്ത് പറയാൻ സാധിക്കും. നോക്കൂ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ഇത്തഖറല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ ഞാൻ ഖലീലായിട്ട്, ആത്മസുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് കാണാം, ഇത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത്, മാർഗം, സരണി പിന്തുടരണം. ഹനീഫൻ, അദ്ദേഹം ഹനീഫിയായിരുന്നു, വക്രതയില്ലാത്തവനായിരുന്നു. ഇന്നി ജാഇലുക ഇമാമ, ഞാൻ നിന്നെ ഇമാമാക്കിയിരുന്നു. ഇമാം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കാൻ യോഗ്യതയുള്ളവൻ. അങ്ങനെ ഒട്ടേറെ ഗുണവിശേഷങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ വരും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് സ്വയം മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും മഹദി ഹാജറ ബീവിയുടെയും ജീവിതത്തിലെ ഏതാനും ഏടുകളാണ്, പേജുകളാണ് നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. തുടക്കത്തിൽ നിങ്ങളുടെ മുമ്പാകെ ഓതിക്കേൽപ്പിച്ച ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ, നിശ്ചയമായും ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം, സമൂഹം, മാതൃക, നേതാവ് എന്നൊക്കെ അർത്ഥതലങ്ങളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് എന്ന് പറഞ്ഞത്. ഒരു വ്യക്തി സമുദായമായി, സമൂഹമായി മാറിത്തീരുകയാണ്. ഒറ്റയാനായിക്കൊണ്ട്, ഏകനായിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും തൗഹീദിനു വേണ്ടി, ഏകദൈവ വിശ്വാസത്തിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചില വ്യക്തികൾ മരണപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. കാരണം സമൂഹത്തിൽ ഒരു സമൂഹം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയോട് നേടാൻ സാധിച്ചു എന്നതുകൊണ്ടാണ്
അദ്ദേഹം ഒരു സമുദായമായിരുന്നു എന്ന് പറയാറുള്ളത്. ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി എടുത്തു പറഞ്ഞു ഒന്ന് ഉമ്മത്തൻ, രണ്ടാമത് പറഞ്ഞത് കാനിത്തൻ. എന്താ കാനിത്ത് എന്ന് പറഞ്ഞാൽ? ഭക്തിയുള്ളവൻ, അനുസരണയുള്ളവൻ, ഒതുക്കമുള്ളവൻ. അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. മൂന്നാമത് പറഞ്ഞ ഹനീഫൻ, അദ്ദേഹം ഹനീഫയായി. എന്താ ഹനീഫ എന്ന വാക്കിന്റെ അർത്ഥം? വക്രതയില്ലാത്തവൻ, നിഷ്കളങ്ക ഹൃദയമുള്ളവൻ. വലം യകുൻ മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. ഓരോ വാക്കിനും വിപുലമായ അർത്ഥതലങ്ങളുടെ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ശാക്കിറൻ ലിഅൻഉമിഹി, തന്റെ രക്ഷിതാവിനോട്, തന്റെ രക്ഷിതാവിന്റെ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് ശാക്കിറായിരുന്നു, നന്ദിയുള്ളവനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആത്മീയപരമായി നമ്മളെക്കാൾ ഉയർന്ന തലത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷേ ഭൗതികപരമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മുടെ എത്ര സൗകര്യമുണ്ടാവും? അള്ളാഹുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ ആലോചിക്കുന്നുണ്ട്. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തുൽ മുസ്തഖീം, അദ്ദേഹത്തെ നാം തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ നാം ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുകയും ചെയ്തു. വആതൈനാഹു ഫിദ്ദുനിയ ഹസനതൻ, ഈ ദുനിയാവിൽ അദ്ദേഹത്തിന് ഹസനത്ത്, നന്മ നാം നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്തിൽ അദ്ദേഹം വിശ്വാസികൾ ഉൾപ്പെട്ടവനായിരിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹിം ഹനീഫ, പിന്നീട് നാം നിനക്ക് ദിവ്യബോധനം നൽകി. അനിത്തബി മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിമിന്റെ മാർഗം നീ പിൻപറ്റണം. ഹനീഫൻ, അദ്ദേഹം നിഷ്കളങ്ക ഹൃദയനായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികൾപ്പെട്ടവനല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഏതാനും ഗുണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒന്നാമത് ഉമ്മത്ത്, സമുദായം. രണ്ടാമത് കാനിത്ത്, ഒതുക്കമുള്ളവൻ, അനുസരണമുള്ളവൻ. ഹനീഫ്, വക്രതയില്ലാത്തവൻ, നിഷ്കളങ്ക ഹൃദയൻ. ഷാക്കിർ, നന്ദിയുള്ളവൻ. സ്വാലിഹ്, മുവഹിദ്. ഈ ഓരോ ഗുണങ്ങളും പ്രിയമുള്ളവരെ, സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്തുവാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം യഥാവിധി അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ദുൽഹിജ്ജ ഏറെ പുണ്യമുള്ള മാസമാണ്. 1 മുതൽ 10 വരെ, 9 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചതായി കാണാൻ സാധിക്കും. അറഫ നോമ്പ് പ്രബലമായ, ശക്തമായ ഒരു സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ധാരാളം ഹദീസുകൾ കാണുവാൻ സാധിക്കും. അൻ അബി ഖതാദ റളിയല്ലാഹു അൻഹു ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അൻ സോമി യൗമി അറഫ, അറഫ നോമ്പിനെ സംബന്ധിച്ച്. ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, യുകഫിറു സനതൽ മാലിയത വൽ ബാഖിയത, കഴിഞ്ഞതും വരുന്നതുമായ ഓരോ കൊല്ലത്തിലെ, ഓരോ വർഷത്തിലെ ചെറുപാപങ്ങൾ അറഫ നോമ്പിലൂടെ പൊറുക്കപ്പെടുമെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. അതിന് പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ അറഫ നോമ്പ് അനുഷ്ഠിക്കുവാൻ നാം എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പരിശ്രമിക്കുക. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് സാമൂഹ്യക്ഷേമ ഫണ്ടിൻ്റെ ദിവസമാണ്. പുറത്ത് ബക്കറ്റ് വെച്ചിട്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണം എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം 7:10 പള്ളിയിൽ വെച്ചിട്ടാണ്. കൃത്യസമയത്ത് എല്ലാവരും എത്തിച്ചേരുവാൻ പരിശ്രമിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൂടുതൽ അമൽ സ്വാലിഹാത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന യഥാർത്ഥ അദിയാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റഹ്മാനെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സരണി അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ അടിയാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ചേർക്കണമേ. റബ്ബേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുജനങ്ങൾ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അവരുടെ ബർസഖി ജീവിതം സന്തോഷപ്രദമാക്കണമേ.
റബ്ബേ, ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെല്ലാവരെയും ചേർക്കണമേ റബ്ബേ. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരീ സഹോദരന്മാർ ലോകത്തിന്റെ വിവിധ കോണുകളിലുണ്ട്. അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് അവരുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും കുളിർമയും നിറക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم انصر المسلمين في العالم. اللهم دمر أعداء المسلمين والمؤمنين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في الهند وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.